മുൻ ഗവൺമെന്റ് പ്ലീഡർ പി.ജി. മനുവിന്റെ ആത്മഹത്യയിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ ജോയി അറസ്റ്റിൽ. മനുവിനെതിരെ പ്രേരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. പോലീസ് മനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവാണ് ജോൺസൺ ജോയി. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ കൊല്ലത്തെ വാടക വീട്ടിൽ അഡ്വക്കേറ്റ് പി.ജി. മനു ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ജോൺസൺ ജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചതാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് മനുവിനെ ദേഹോദ്രവം ഏൽപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ വീഡിയോ ഉപയോഗിച്ച് ഈ അഡ്വക്കേറ്റ് പി.ജി. മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് മനു വഴങ്ങാതായതോടുകൂടി ഈ വീഡിയോ പ്രചരിപ്പിക്കുകയാണെന്നും കണ്ടെത്തി. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനലുകൾ വഴിയും ഒക്കെ ഈ ജോൺസൺ മനുവിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഈ മാസം ആദ്യം ഈ വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. മരിക്കുന്നതിന് മുമ്പ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും ഉൾപ്പെടെ അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ മനുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള വീട്ടമ്മ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് ജോൺസൺ ജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തുള്ള വീട്ടിലാണ്, അതായത് എറണാകുളം സ്വദേശിയാണെങ്കിലും കൊല്ലത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നിരുന്നു. തുടർന്ന് ഇവിടെ താമസിച്ചാണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മനുവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ, അതായത് മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായിരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ മാറിയ ശേഷം വീണ്ടും ഒരു ആരോപണം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ മനുവിനെതിരെ വലിയ തരത്തിലുള്ള പ്രചാരണം ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. വിനീഷ്, മനോജ്, ഈ മനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവാണ് ജോൺസൺ ജോയി. ഈ ജോയി ഇത്തരത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത്, വീഡിയോ ദൃശ്യങ്ങളുടെ പ്രചരണം നടത്തിയത്? അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് പണം നൽകിയുള്ള ഒത്തുതീർപ്പിനാണ് ഈ ജോൺസൺ ശ്രമിച്ചത്. ആരോപണം ഉന്നയിച്ചിട്ടുള്ള വീട്ടമ്മ പരാതി നൽകിയില്ലെങ്കിൽ പോലും ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഈ മനുവിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു, നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം നൽകാൻ മനു തയ്യാറാവാത്തതോടെയാണ് അത് കൂടുതൽ രീതിയിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ജോൺസൺ ശ്രമിച്ചത്. ഈ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. മനോജാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്.